നവകേരള സദസ്സിൽ വിമർശിക്കുന്നത് പോയിട്ട് സംസാരിച്ച CPM MLA സീനിയർ MLA ശൈല ടീച്ചറെയും ഇന്നലെ റബ്ബർ കർഷകരുടെ വിഷയം പാലായിൽ വെച്ച് പറയാൻ ശ്രമിച്ച കേരള കോൺഗ്രസ് MP ചാഴികാടനെയും മുഖ്യമന്ത്രി അപമാനിക്കുകയാണ് ഉണ്ടായത്. പറയാൻ പാടില്ലെന്ന് പറഞ്ഞതൊന്നും. പാലായിൽ വെച്ച് നവകേരള സദസ്സ് നടക്കുമ്പോൾ പാലായെ കൂടി പ്രതിനിധാനം ചെയ്യുന്ന MP-ക്ക് KM മാണി സാറിൻ്റെ നാട്ടിൽ വെച്ച് സ്വാഗതം അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് റബ്ബറിനെ കുറിച്ച് പറയാതെ സംസാരിക്കാൻ പറ്റുമോ? റബ്ബർ കർഷകർ ഈ LDF-ൻ്റെ കാലത്ത് അനുഭവിക്കുന്ന ദുരന്തം 250 രൂപ വില സ്ഥിരത നൽകും എന്ന് LDF-ൻ്റെ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ചതാണ്. അത് കൊടുത്തിട്ടില്ല ഇതുവരെ. മാത്രമല്ല കഴിഞ്ഞ വർഷം 500 കോടിയും ഈ വർഷം 600 കോടിയും 1100 കോടി രൂപ മാറ്റിവെച്ചിട്ട് അതിലാകെ കൊടുത്തത് 53 കോടി രൂപ മാത്രമാണ്. റബ്ബർ കൃഷി തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. നവകേരള സദസ്സ് ജനകീയ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ കോട്ടയം പാലാ ഉൾപ്പെടെയുള്ള കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ചാഴികാടൻ തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ റബ്ബർ കർഷകരുടെ കാര്യം പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് അലോസരം ഉണ്ടാക്കി. അപ്പോൾ LDF-ലെ MP-യും MLA-യും പറയുന്നത് പോലും കേൾക്കാനുള്ള മനസ്സ് മുഖ്യമന്ത്രിക്കില്ല. അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രിക്ക്. എന്നിട്ടാണ് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വന്ന് പറയായിരുന്നില്ലേ. അപ്പോൾ ഞങ്ങൾ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു എൻ്റെ സ്ഥിതി? CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും സീനിയർ നേതാവുമാണ് ശൈല ടീച്ചർ. അവർ പ്രസംഗിച്ചപ്പോൾ അസ്വസ്ഥത കാണിച്ചു. CPM LDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. ഏക MP-യാണ് അവരുടെ. ആ MP-ക്ക് റബ്ബർ കർഷകരുടെ കാര്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തു. തോമസ് ചാഴികാടൻ വളരെ മോശമായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനപ്രതിനിധികളോട് ഇത്ര അസഹിഷ്ണുതയോടുകൂടി മുഖ്യമന്ത്രി പെരുമാറരുത്. ഏത് പാർട്ടിയിൽപ്പെട്ട ജനപ്രതിനിധികളാണെങ്കിലും അവർക്ക് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മുമ്പിൽ അവസരം കിട്ടുമ്പോൾ അവരവരുടെ നിയോജകമണ്ഡലത്തിലെ കാര്യവും പൊതുവായ ജനങ്ങളുടെ കാര്യവും പറയും. അതിന് അവരെ പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥിരമായി ചെയ്യുന്നത്. തോമസ് ചാഴികാടനോട് ചെയ്തത് തെറ്റാണ്. ശൈല ടീച്ചറോടും ചെയ്തത് തെറ്റാണ്.